ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ലാസ്റ്റ് വീഡിയോയിൽ മസ്റ്റ് എന്താണെന്നും അവ ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളും പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞല്ലേ. ഇന്ന് നമുക്ക് മസ്റ്റിന് കൂടെ ഹാവ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ആശയവും അവ ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകളും പ്രാക്ടീസ് ചെയ്താലോ. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പോകാം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. മസ്റ്റ് ഹാവ് എന്നതിന് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ള ആശയമാണ് ലഭിക്കുന്നത്. അതായത് കേട്ടിട്ടുണ്ടാവണം, ഉറങ്ങിയിട്ടുണ്ടാവണം, കഴിച്ചിരിക്കണം, പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ പോയിട്ടുണ്ടാവണം, ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ നാം പറയാറില്ലേ. ഇന്ന കാര്യം നടന്നിട്ടുണ്ടാവണം എന്നുള്ള ആശയം ലഭിക്കുവാനാണ് നാം മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മസ്റ്റ് ഹാവിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നീ ആ പാട്ട് കേട്ടിട്ടുണ്ടാവണം. നീ ആ പാട്ട് കേട്ടിട്ടുണ്ടാവണം. യു മസ്റ്റ് ഹാവ് ഹെard that song. യു മസ്റ്റ് ഹാവ് heard that song. മസ്റ്റ് ഹാവിന് ശേഷം V3 ഫോം വരുന്നത് ശ്രദ്ധിച്ചല്ലോ. അവനത് കണ്ടിട്ടുണ്ടാവണം. ഹി മസ്റ്റ് ഹാവ് സീൻ ഇറ്റ്. ഹി മസ്റ്റ് ഹാവ് സീൻ ഇറ്റ്. അവർ ആഘോഷിച്ചിരിക്കണം. They must have celebrated. They must have celebrated. അവർ അത് കണ്ടിട്ടുണ്ടാവണം. They must have seen it. They must have seen it. ടീച്ചർ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവണം. The teacher must have reached the class. The teacher must have reached the class. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അവൾ വൈകി ഉറങ്ങിയിട്ടുണ്ടാവണം. She must have slept late. She must have slept late. അവൻ ഇതിനകം കഴിച്ചിരിക്കണം. He must have already eaten. He must have already eaten. അവർ വീട്ടിൽ പോയിരിക്കണം അല്ലെ പോയിട്ടുണ്ടാകും. They must have gone home. They must have gone home. അവന് അവന്റെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. He must have lost his key. He must have lost his key. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. You must have seen the movie. You must have seen the movie. അവൻ തീയതി മറന്നിരിക്കണം. He must have forgotten the date. He must have forgotten the date. അവൾ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. She must have read the book. She must have read the book. അവർ ഗെയിം കളിച്ചിട്ടുണ്ടാകും. They must have played the game. They must have played the game. അവൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. She must have got a ticket. She must have got a ticket. അവൻ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. He must have heard the news. He must have heard the news. അവൾ അവിടെ പോയിട്ടുണ്ടാകും. She must have gone there. She must have gone there. അവർ വീട്ടിൽ വന്നിട്ടുണ്ടാകും. They must have come home. They must have come home. അവൾ മഴയത്ത് ഡാൻസ് ചെയ്തിട്ടുണ്ടാവണം. She must have danced in the rain. She must have danced in the rain. അവർ ശോഭയുള്ള ഒരു നക്ഷത്രം കണ്ടിരിക്കണം. They must have seen a bright star. They must have seen a bright star. അവർ ഒരു മണൽക്കോട്ട ഉണ്ടാക്കിയിരിക്കണം. They must have built a sandcastle. They must have built a sandcastle. അവർ തിളങ്ങുന്ന മഴവില്ല് കണ്ടിട്ടുണ്ടാവണം. They must have seen a bright rainbow. They must have seen a bright rainbow. അവൻ പിക്നിക്കിന് പോയിട്ടുണ്ടാവും. He must have gone for a picnic. He must have gone for a picnic. അത് അവൻ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. He must have seen it by now. He must have seen it by now. അവൾ അവനെ കണ്ടിട്ടുണ്ടാവണം. She must have seen him. She must have seen him. പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. The program must have started now. The program must have started now. അവൻ അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. He must have done it. He must have done it. അവൾ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാവണം. She must have reached there early. She must have reached there early. അവൻ ഇപ്പോൾ മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. He must have reached Mumbai by now.
He must have reached Mumbai by now. നിങ്ങൾ എൻ്റെ മകനെ കണ്ടിട്ടുണ്ടാവണം. You must have seen my son. You must have seen my son. അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവണം. He must have told you. He must have told you. അവർ പോയിരിക്കണം. They must have gone. They must have gone. അവൻ ആ കത്ത് അയച്ചിട്ടുണ്ടാവണം. He must have sent that letter. He must have sent that letter. അവൻ ഇപ്പോൾ വാതിൽ അടച്ചിട്ടുണ്ടാവണം. He must have closed the door now. He must have closed the door now. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. You must have understood. You must have understood. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. Everyone must have understood today's video. Everyone must have understood today's video. So, I'm finishing this video here today. See you in the next one.